സ്വാഗതം. ഇന്ന് നമുക്ക് വെള്ളക്കടലക്കറി എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ബട്ടൂരയുടെ വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പൊ ആ ബട്ടൂരയുടെ കൂടെ കഴിക്കാവുന്ന, അതുപോലെ ചപ്പാത്തിയുടെ കൂടെ, ചോറിന്റെ കൂടെ, എല്ലാത്തിന്റെ കൂടി കഴിക്കാവുന്ന നല്ലൊരു കടലക്കറി തന്നെയാണ് കേട്ടോ. ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കടലക്കറി തന്നെയാണ്. സാധാരണ നമ്മൾ വെള്ളക്കടലക്കറി ഉണ്ടാക്കാറുണ്ട്, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കടലക്കറി തന്നെയാണ് കേട്ടോ ഇത്. ഇതൊരു പഞ്ചാബി സ്റ്റൈൽ കടലക്കറിയാണ്, അമൃത്സരി പിണ്ടി ചോലെ. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ വെള്ളക്കടലക്കറി തയ്യാറാക്കുന്ന വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ സാധാരണ രീതിയിലുള്ള കടലക്കറി തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ അത് കാണുന്നുണ്ടെങ്കിൽ അതും കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള കടലക്കറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ചോല തയ്യാറാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഇതുപോലത്തെ വെള്ളക്കടല എടുത്തിട്ട് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കാം കേട്ടോ. ഇപ്പോൾ എങ്ങാനും കുതിർത്തിയെടുക്കാൻ മറന്നു പോയെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കുതിർന്നു വന്നോളൂ കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ ചായലയാണ് കേട്ടോ. അപ്പോൾ ചായല ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ നമുക്ക് അരിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളൊരു തുണിയിലേക്കാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. കനം കുറഞ്ഞ തുണി ഉപയോഗിക്കാം കേട്ടോ. മസ്ലിൻ ക്ലോത്ത് വയ്ക്കില്ലേ, അതുപോലെയുള്ള കനം കുറഞ്ഞ തുണി ഉപയോഗിക്കാം. അതിനുശേഷം ഇനി ഇത് നമുക്കൊരു കിഴി പോലെ കെട്ടിക്കൊടുക്കാം. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഞാനിപ്പോൾ ഈ തുണി വെച്ചിട്ട് തന്നെയാണ് ഇത് കെട്ടിയിരിക്കണത്. അതിനുശേഷം ഇത് നമുക്ക് ഈ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ടീ ബാഗ് വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ടീ ബാഗ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് അളവാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് കടല എടുത്തപ്പോൾ 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയുടെ അളവ് കൂടിപ്പോരുത് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും ബേക്കിംഗ് സോഡ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം കറുകപ്പട്ടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 3 പച്ച കളറിലുള്ള ഏലക്കായാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കറുപ്പ് കളറിലുള്ള ഏലക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ സാധാരണ ഉപയോഗിക്കണ ബഡി ഏലാച്ചി ഉണ്ടല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക 2 എണ്ണം. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 4 ഗ്രാമ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ബേ ലീവ്സ്, കറുകപ്പട്ടയുടെ ഇല. ഇതിലിപ്പോൾ ബേ ലീവ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 വിസിലൊക്കെ മതിയാവും ഇത് കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വരാൻ. കാരണം നമ്മളിത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. പിന്നെ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ വരും ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരട്ടെ. ചോലയൊക്കെ തയ്യാറാക്കുമ്പോൾ കടല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം കേട്ടോ. അപ്പോഴാണ് കറി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ഭാഗം ഒന്ന് മാഷ് ചെയ്തും കൊടുക്കും. കടല വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചി സവോളയൊക്കെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഞാനിതിന് വേണ്ടിയിട്ടൊരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ വലുതും ചെറുതൊക്കെ ഉണ്ട് കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ ഇത്ര അധികം വേണ്ട. പിന്നെ ഇതുപോലെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവോളയാണ് കേട്ടോ ഞാൻ എടുക്കണത്. ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളൊക്കെ ആവശ്യമില്ല, ഒന്ന് അരഞ്ഞു വരണ ഒരു രീതിയിൽ. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിക്കാതെ നല്ല പേസ്റ്റ് ആക്കി തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ സവോളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി സെയിം ജാറിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണായാലും മതി കേട്ടോ. ഇനി ഇത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി അരച്ചെടുത്തതും റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടല വെന്തോന്ന് നോക്കാം. ഇപ്പോൾ 4 വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഇതുപോലെ നല്ല ഡാർക്ക് ഷെയ്ഡിൽ തന്നെ ഇരിക്കും. ഈ കിഴി കെട്ടിയതുണ്ടല്ലോ, ഇത് നമുക്ക് എടുത്ത് മാറ്റാം, ഇത് വേണ്ട. കടല വെന്തോന്ന് നോക്കാം നമുക്ക്. നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ നല്ല മാഷായിട്ട് തന്നെ വരണം കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുക്കുക.
ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ, എണ്ണ നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സവോളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വരണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു പേസ്റ്റ് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. പച്ചമുളക് നന്നായിട്ട് മാറി ഇതുപോലെ വഴന്ന് നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി അല്ല കേട്ടോ, സാധാരണ മുളക് പൊടി തന്നെയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, അതായത് ക്യുമിൻ സീഡ്സ് വറുത്ത് പൊടിച്ചത് കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ മസാലയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, ഉപ്പ് നമുക്കിനി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ കടല വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നല്ലോ, അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരണം. തക്കാളി വെന്ത് വന്നിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പം കണ്ടില്ലേ, തക്കാളിയൊക്കെ കുക്കായിട്ട് വന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായം പൊടിച്ചത് കേട്ടോ, കായത്തിൻ്റെ പൊടി. പിന്നെ ഇനി ഞാൻ ചേർക്കാൻ പോണത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. 1 ടീസ്പൂൺ ആംചൂർ പൗഡർ, അതായത് ഡ്രൈ മാംഗോ പൗഡർ കേട്ടോ. മാങ്ങ ഉണക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്. ഇത് നമുക്ക് മാർക്കറ്റിൽ വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മളിത് പല ചാറ്റ്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പാനിപൂരിയൊക്കെ തയ്യാറാക്കുമ്പോൾ അതുപോലെ സാധാരണ ഉപ്പിന് പകരവും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിന് ശരിക്കും പറഞ്ഞൊരു മെഡിസിനൽ വാല്യൂ ഉണ്ട്, വളരെ നല്ലതാണെന്നാണ് പറയുക ബ്ലാക്ക് സോൾട്ട്. പല നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ നമ്മളിത് ഉപയോഗിക്കും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ അനാർദാന പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. മാതള നാരങ്ങയുടെ കുരു ഉണക്കി പൊടിച്ചതാണ് കേട്ടോ, അതായത് പോമഗ്രാനൈറ്റിൻ്റെ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച കടലയുണ്ടല്ലോ, ഇത് ചേർത്ത് കൊടുക്കുക. ഞാൻ വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ബേ ലീഫൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റാട്ടെ എടുത്ത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഈ കറി തയ്യാറാക്കിയെടുത്ത സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഇതിലേക്ക് ചായല കിഴി കെട്ടിയിട്ട് ചേർത്ത് കൊടുത്തുല്ലോ, അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഉണക്ക നെല്ലിക്ക ഇടുന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാതെ ഇത് രണ്ടും കൂടിയും അങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ രീതിയിൽ തവിയുടെ ബാക്ക് സൈഡ് വെച്ച് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. കുറച്ച് ഭാഗം മാത്രം ഉണ്ടോ. ഇപ്പം കണ്ടില്ലേ, ഞാൻ കുറച്ച് ഭാഗം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് കേട്ടോ, അതായത് ഉലുവയുടെ ഉണങ്ങിയ ഇല. ഇതൊന്ന് പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടോ. ഇതിൻ്റെ ഗ്രേവി നല്ലപോലെ തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതിലേക്ക് അവസാനം നമുക്കൊരു 2 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ട് എടുക്കണ്ട, ഇത് മതി. കണ്ടില്ലേ, നല്ലൊരു ഡാർക്ക് കളറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കറി. നല്ല ഫ്ലേവറോട് കൂടിയ ഒരു കറി തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ബട്ടൂരിയാണ് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ ബട്ടൂരിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ പൂരിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റേ